ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക്കൽ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അടിപൊളിയായുള്ള ഒരു പ്ലേ ബട്ടൺ, എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്ലേ ബട്ടനാണ് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മളെ പല സബ്സ്ക്രൈബേഴ്സും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിരുന്നു ഇതേപോലെ പ്ലേ ബട്ടൺ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. കറക്റ്റ് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഒരു പ്ലേ ബട്ടൺ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. കുറച്ച് സ്പോഞ്ചും സിമെൻറ്റും ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് വെക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും പോയിട്ട് ഗിവ് അവേയിൽ ഒന്ന് പങ്കെടുക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നേരെ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. അത് നമ്മൾ ഇതേപോലെ യൂട്യൂബിൻ്റെ ഒരു എംബ്ലത്തിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് കൊണ്ടുവരണം. അത് നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പിക്ചർ ഗൂഗിളിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അത് പ്രിൻ്റ് എടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചിത്രം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൊരു മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പിക്ചർ അയച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഈ ഒരു പിക്ചർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതേപോലെ ഒരു കാർഡ് ബോർഡിൽ ഒട്ടിച്ചതിന് ശേഷം അത് കറക്റ്റായിട്ട് അതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ ഷാർപ്പായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ഇതേപോലെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് സ്പോഞ്ചിൽ വെച്ച് വരക്കുന്ന സമയത്ത് നല്ല സിമ്പിളായിട്ട് കറക്റ്റായിട്ട് എഡ്ജും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതേപോലെ റഫായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഷാർപ്പായിട്ട് നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ സൈഡൊക്കെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ ഏത് പിക്ചർ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഈ പ്ലേ ബട്ടൺ തന്നെ വേണമെന്നില്ല, പല രീതിയിലുള്ള പ്ലേ ബട്ടണുകളുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതേ രൂപത്തിൽ ചെയ്യാം. അതേപോലെ തന്നെ അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ 3 സ്പോഞ്ചിൻ്റെ പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 3 2 കുഴപ്പമില്ല. നമ്മളിപ്പോൾ 3 എടുത്തിട്ടുണ്ട്, കുറച്ച് കൂടുതൽ കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ 3 അട്ടിക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു കാർഡ് ബോർഡ് വെച്ചതിന് ശേഷം അത് കറക്റ്റായിട്ട് ഷാർപ്പ് സൈഡും കാര്യങ്ങളൊക്കെ ഷാർപ്പായിട്ട് കറക്റ്റ് ഒന്ന് വരച്ചെടുക്കുക ഒരു കളർ പെന്ന് ഉപയോഗിച്ചിട്ട്. എന്നിട്ട് അതൊരു കത്തി ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇത് പേപ്പർ വെച്ച് വരക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് വരക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അതേപോലെ ഒരു കാർഡ് ബോർഡിൽ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വരച്ചെടുക്കാൻ പറ്റും. അത് കറക്റ്റായിട്ട് വരച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ കത്തി ഉപയോഗിച്ച് നല്ല ഷാർപ്പായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കണം. നമ്മൾ സ്പോഞ്ച് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അത് ബലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. സിമെൻറ്റ് മാത്രം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അത് ഡ്രൈ ആയിട്ട് പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ അതിൻ്റെ അകത്ത് സ്പോഞ്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്പോഞ്ചിൻ്റെ 3 പീസും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പ്ലേ ബട്ടൻ്റെ സെൻറ്ററിലില്ല ഒരു ത്രികോണാകൃതി നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. എന്നാലേ നമുക്ക് അത് കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ 3 പീസിൽ ഒരു പീസിൽ മാത്രമാണ് നമുക്ക് ഇതേപോലെ ഒരു നടുവിലുള്ള ത്രികോണം വരച്ചിട്ട് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ വരുന്ന ഒരു പീസിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മളിത് വെച്ചിട്ട് ആദ്യം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. നമ്മൾ 3 പീസ് എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും മുകളിൽ വരുന്നതാണല്ലോ കുറച്ചിങ്ങനെ ഒരു നമുക്ക് 3D രൂപത്തിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ നമ്മൾ ഇതേപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കറക്റ്റായിട്ടൊന്ന് വരച്ചെടുക്കണം. എന്നിട്ട് അത് കത്തി ഉപയോഗിച്ച് കറക്റ്റായിട്ട് ഷാർപ്പായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് മുഴുവനായിട്ട് സിമെൻറ്റ് കൊണ്ട് സ്പോഞ്ച് ഇല്ലാതെ ചെയ്യാമെന്ന് വെച്ചാൽ ഇതേപോലെയൊക്കെ കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സിമെൻറ്റ് കൊണ്ട് നമുക്ക് രൂപങ്ങൾ ഉണ്ടാക്കി കുറച്ച് പരിചയം വേണം. പക്ഷേ സ്പോഞ്ച് കൊണ്ടാകുമ്പോൾ നമുക്ക് കറക്റ്റ് കട്ട് ചെയ്തിട്ട് അത് സ്പോഞ്ച് സിമെൻറ്റിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പല രൂപങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആദ്യം സ്പോഞ്ച് ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റാക്കിയിട്ട് അത് സിമെൻറ്റിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ബലത്തിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും പോയിട്ട് ഗിവ് അവേയിലൊക്കെ പങ്കെടുക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സൂക്ഷിച്ച് കട്ട് ചെയ്യണം. കാരണം അത് ത്രികോണം കറക്റ്റായിട്ട് വരണം, അല്ലെങ്കിൽ ബോറായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ കത്തി ഉപയോഗിച്ച് നല്ല രീതിയിൽ ഷാർപ്പായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് പേര് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞാൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത്ര ലൈക്കൊന്നും നമുക്ക് വരുന്നില്ല. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോയതായിരിക്കും പല കൂട്ടുകാരും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ 3 പീസും കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും മുകളിൽ വരുന്ന പീസിൽ ഇതേപോലെ ത്രികോണം കൂടിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതിന് മുമ്പായിട്ട് ഒരു കാർഡ് ബോർഡ് നമ്മൾ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ടാണ് നമ്മൾ സ്പോഞ്ച് സിമെൻറ്റിൽ മുക്കിയതിന് ശേഷം വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ സിമെൻറ്റിൽ വേറെ മണലും കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ വെറും സിമെൻറ്റ് എടുത്തതിന് ശേഷം നമ്മൾ 2 കപ്പ് സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ല ഇതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നല്ല ലൂസായിട്ട് വരരുത് കേട്ടോ. സിമെൻറ്റ് കുറച്ചൊരു തിക്കായിട്ട് ഉള്ള രൂപത്തിലാണ് നമുക്ക് സിമെൻറ്റ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സിമെൻറ്റിലോട്ട് വെള്ളം ഒഴിച്ച് ഇതേപോലെ സ്റ്റിക്ക് ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് സിമെൻറ്റ് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന അത്രയും തിക്കിൽ വേണം നിങ്ങളും ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതേപോലെ ഏറ്റവും താഴെ വരുന്ന പീസാണ് ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ സിമെൻറ്റിൽ മുക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു എടുത്തു വെച്ച കാർഡ് ബോർഡിൻ്റെ പീസിലോട്ട് നമ്മൾ കയറ്റി വെക്കാം.
അപ്പോൾ ഇതേപോലെ മുക്കി കഴിഞ്ഞ സമയത്ത് ഇതിൽ മുഴുവനായിട്ട് സിമെൻറ്റ് കയറിയിട്ടുണ്ട്. ഈ സ്പോഞ്ചിൽ സിമെൻറ്റും വെള്ളവും കൂടിയുള്ള ഒരു മിക്സ് സ്പോഞ്ച് നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. സ്പോഞ്ച് വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കുമല്ലോ, ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് സ്പോഞ്ച് നല്ല രീതിയിൽ സിമെൻറ്റും വെള്ളവും കൂടിയും കുടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് ഇതേപോലെ 3 സ്പോഞ്ചിൻ്റെ പീസുകൾ നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ ചെയ്യണം. അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് മുഴുവനായിട്ടും ഡ്രൈ ആയതിന് ശേഷമാണ് നമുക്ക് ലാസ്റ്റ് പരിപാടി. അപ്പോൾ നമ്മൾ ഇതേപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇനി നമുക്കൊന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറക്റ്റ് സൈഡൊന്നും മാറിയില്ല എന്നൊക്കെ ഉറപ്പിച്ച് സെറ്റാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഒരു ദിവസമൊന്നും കഴിഞ്ഞാൽ പോരാ, കാരണം ഇതിപ്പോഴും ചെറിയ രീതിയിൽ വെള്ളം നനവുണ്ട്, മുഴുവനായിട്ടും ഡ്രൈ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്ലാസ്റ്റോ പാരീസ് വെച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുകയും ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വിചാരിച്ച രൂപത്തിൽ നിങ്ങൾക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഷേപ്പ് ചെയ്തെടുക്കാനും പറ്റും. ഇപ്പോൾ സിമെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സാൻഡ് പേപ്പർ വെച്ചാണ് നമ്മൾ സാൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ വെള്ളം നനവ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ സാൻഡ് പേപ്പറിൽ വെച്ച് ഉരതുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. സാൻഡ് പേപ്പറിൽ വെച്ച് ഉരതുന്ന സമയത്ത് ആ ഒരു സിമെൻറ്റ് ആ ഒരു സാൻഡ് പേപ്പറിൽ പിടിച്ചതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് ഷാർപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ കത്തി ഉപയോഗിച്ചുകൊണ്ട് ഷാർപ്പൊക്കെ ഒന്ന് നല്ല രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ സാൻഡ് പേപ്പർ വെച്ച് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഷാർപ്പൊക്കെ നമ്മൾ കർവ് ചെയ്തെടുക്കണം എന്നായിരുന്നു നമ്മുടെ ഒരു പ്ലാൻ, പക്ഷേ നടന്നില്ല. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, നമ്മൾ ഈ സാൻഡ് പേപ്പറിൽ വരുന്ന സമയത്ത് ആ ഒരു സാൻഡ് പേപ്പറിൽ ഇത് പിടിച്ചതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തായാലും പ്ലാസ്റ്റോ പാരീസ് വെച്ച് ചെയ്യുക എന്നാൽ കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് അഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അവിടെ കുറച്ച് സിമെൻറ്റ് തേച്ച് നല്ല ക്ലിയർ ആക്കി എടുക്കട്ടോ, എന്നാലേ ഇത് കറക്റ്റായിട്ട് വരുള്ളൂ. നമുക്ക് സാൻഡ് പേപ്പർ വെച്ച് ചെയ്യണം ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. പക്ഷേ നമുക്ക് സാൻഡ് പേപ്പർ വെച്ച് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ സിമെൻറ്റ് വെച്ച് തേച്ച് സെറ്റാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഒരു ദിവസം കൂടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സൈഡൊക്കെ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. എന്നാലും ചെറിയ രീതിയിൽ വെള്ളം നനവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, സിമെൻറ്റ് ആയതുകൊണ്ടാണ് അത്. അപ്പോൾ സെറ്റായിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ കുറേ അഭംഗിയൊക്കെ ഉണ്ട്, ഒന്നും പ്രശ്നമാക്കുന്നില്ല. നമ്മൾ ഇതേപോലെ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ഇതിൽ ഒരു പെയിൻറ്റ് അടിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ സിൽവർ കളർ പെയിൻറ്റാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. ഇത് ഒരു 2 ഡബ്ബയായിട്ടാണ് വരിക. ഇതിന് 40 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില. അപ്പോൾ ഇതിൽ രണ്ടിലും ഉണ്ടാകുന്ന സംഭവങ്ങൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് പെയിൻറ്റ് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്തു. എന്നിട്ട് അത് കുറച്ച് ചിരട്ടയിലോട്ട് ഒഴിച്ചു. അതേപോലെ തന്നെ ആ ഒരു പൗഡറായിട്ട് സിൽവർ കളർ പൗഡറായിട്ടുള്ള സംഭവം ഉണ്ട്, അത് രണ്ടും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലേ ബട്ടൺ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതിലോട്ട് അങ്ങ് അടിച്ചെടുക്കാനായിട്ട് പോകണം പെയിൻറ്റ്. 2 കോട്ട അടിക്കുകയാണെങ്കിൽ നല്ല ബെറ്റർ ആയിരിക്കും, കാരണം നല്ല രീതിയിൽ കളറൊക്കെ കിട്ടും. അല്ലെങ്കിൽ കളർ അത്ര കൂട്ടൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതേപോലെ അടിപൊളിയായിട്ട് പെയിൻറ്റ് അടിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. വീഡിയോ അവസാനം ലൈക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകും. അതേപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഇപ്പോൾ നമ്മൾ പെയിൻറ്റ് അടിച്ചതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ടില്ല, ഇത് കുറച്ച് സമയം നമ്മൾ രാവിലെ പെയിൻറ്റ് അടിച്ചതിന് ശേഷം വൈകുന്നേരം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടുള്ളത് കയ്യിലൊക്കെ പെയിൻറ്റ് ആവുന്നുണ്ട് കേട്ടോ. പെയിൻറ്റ് മുഴുവനായിട്ട് ഉണങ്ങിയില്ല, കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേ ബട്ടൺ പെട്ടെന്ന് കണ്ടാൽ ആർക്കും മനസ്സിലാവുന്നില്ല, എന്നാലും അടുത്ത് വന്ന് നോക്കി കഴിഞ്ഞാൽ അത്ര ഭംഗിയില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് പറ്റിയ തെറ്റുകൾ നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്തതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് വരാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റോ പാരീസ് വെച്ചുകൊണ്ട് ചെയ്യുക, സാൻഡ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് നല്ല സൈഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കർവ് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് കിട്ടും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ഒരു പ്ലേ ബട്ടൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കണ്ടോ, നമ്മളിത് തൊടുന്ന സമയത്ത് ഇതിൽ എല്ലാ പെയിൻറ്റൊക്കെ നമ്മുടെ കയ്യിലാവുന്നുണ്ട്. ഇത് മുഴുവനായിട്ട് ഉണങ്ങിയിട്ടില്ല, കാരണം ഉണങ്ങാൻ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും കറക്റ്റായിട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ. നമ്മൾ ഇത് ഇതേപോലെ ഇത് നല്ല പെർഫെക്ഷൻ ആയിട്ടില്ല. കറക്റ്റായിട്ട് ഇവിടെ സൈഡൊക്കെ കർവ് ചെയ്തെടുക്കണം എന്നൊക്കെ ആയിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്, പക്ഷേ ഒന്നും നടന്നില്ല. കാരണം സിമെൻറ്റ് കൊണ്ടാണ് നമ്മൾ ചെയ്തത്, അതുകൊണ്ട് തന്നെ ഒരുപാട് കൂടുതൽ സമയം എടുക്കും ഇത് ഉണങ്ങി കിട്ടാനായിട്ട്, അതായത് ഡ്രൈ ആവാനായിട്ട് ഒരുപാട് സമയം എടുക്കും. സ്പോഞ്ചിലാണ് ചെയ്തതെങ്കിലും സിമെൻറ്റും ഉണ്ടല്ലോ, അതുകൊണ്ട് സിമെൻറ്റ് ഉണങ്ങാനായിട്ട് നല്ല സമയം എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചെറിയൊരു തെറ്റ് പറ്റി, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സിമെൻറ്റിന് പകരം നമ്മൾ പ്ലാസ്റ്റോ പാരീസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യായിരുന്നു. കാരണം അത് 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ സെറ്റാവും. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്തതിനേക്കാൾ നല്ല പെർഫെക്ഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റോ പാരീസും അതേപോലെ തന്നെ സ്പോഞ്ചും വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ സൈഡൊക്കെ കർവ് ചെയ്ത് നമുക്ക് സാൻഡ് പേപ്പർ വെച്ചുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ സിമെൻറ്റ് മുഴുവനായിട്ട് ഉണങ്ങാത്തത് കൊണ്ടാണ് സൈഡൊന്നും സാൻഡ് പേപ്പർ വെച്ചുകൊണ്ട് കർവ് ചെയ്തെടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ പ്ലാസ്റ്റോ പാരീസ് വെച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയാനുള്ള, നമ്മുടെ ചാനലിൽ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും പോയി ഗിവ് അവേയിൽ പങ്കെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, താല്പര്യമുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ല വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ.